നമസ്കാരം. എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി വരുന്ന 7 ദിവസം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ലൈവിലൊക്കെ വരുമ്പോൾ കാണുന്ന എനർജി അപ്പോൾ ഉള്ള എനർജിയാണോ, അത് ചേഞ്ച് ആവാൻ സാധ്യതയുണ്ടോ എന്ന്. തീർച്ചയായിട്ടും ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. ചേഞ്ച് ആവാൻ സാധ്യതയില്ല എന്ന് ദൈവത്തിന് മാത്രമേ പറയാൻ സാധിക്കൂ. ഓക്കെ, തീർച്ചയായിട്ടും ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. കാരണം മനുഷ്യരാണ്, മനുഷ്യൻ്റെ എനർജി അനുനിമിഷം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ അവർക്കൊരു ഇപ്പം നിങ്ങൾ സെപ്പറേഷനിലാണെന്ന് വിചാരിക്കൂ. ഇപ്പോൾ അവരുടെ കൂടെ മേ ബി ഒരു 4th പേഴ്സൺ ഉണ്ടായിരിക്കാം. ഓക്കെ, വേറൊരാളുടെ അടുത്ത് അവർ ഇൻട്രസ്റ്റഡ് ആണെന്ന് വിചാരിക്കൂ. ചിലപ്പോൾ അവിടെ പെട്ടെന്നായിരിക്കും ഒരു സെറ്റ് ബാക്ക് അവർക്ക് കിട്ടുന്നത്, അല്ലേ? അവിടെ നിന്നൊരു പാഠം പഠിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ ഓർക്കും. അപ്പോൾ ഒരു ചേഞ്ച് അവർക്ക് വരാൻ സാധ്യത, അത് എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഇവരുടെ ഫീലിങ്സും തോട്ട്സും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. നമ്മൾ ഒരു റീഡിങ് മതിയല്ലോ. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് ഇവരുടെ ഫീലിങ്സും കാര്യങ്ങളും അടുത്ത 7 ദിവസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കുന്നത് എന്തുകൊണ്ടാണ്? എനർജീസ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന് ഫോളോ ചെയ്യാനാണ് നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ചിലപ്പോൾ അടുത്ത ലൈവിൽ നോക്കുമ്പോൾ വേറെ എനർജി ആയിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ വരുന്നത്. അതുകൊണ്ട് അതൊരു ഫൈനൽ ഇതായിട്ട് എടുക്കരുത്. മാനിഫെസ്റ്റേഷൻസ് കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്താൻ നമുക്ക് സാധിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചെത്തും. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് ലൈവ് ഞാൻ ഫ്രൈഡേ 11 o'clock വരുന്നുണ്ട് രാവിലെ. മെമ്പേഴ്സ് ഓൺലി ലൈവാണ് കേട്ടോ. മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവർക്ക് മാത്രമേ അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സാധിക്കില്ല. കാരണം ഈ ആഴ്ച ഇനിയൊരു സബ്സ്ക്രൈബർ ലൈവ് ചെയ്യാനുള്ള എനർജി എനിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവരാകുമ്പോൾ ഇപ്പോൾ 6 or 7 പേരേ ഉള്ളൂ. അപ്പോൾ വേറെ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്ക്രിപ്ഷൻ ബട്ടൻ്റെ തൊട്ട് സൈഡിലായിട്ട് ജോയിൻ എന്ന് പറഞ്ഞൊരു, നിങ്ങൾ ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ ജോയിൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. അതിനകത്ത് ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മിനിമൽ പേയ്മെൻ്റ് ഉണ്ട്. 199 ആണെന്ന് തോന്നുന്നു. അത് പേ ചെയ്താൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അത് നമുക്ക് മെമ്പേഴ്സിന് മാത്രമേ ആ ചാറ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്ക് വ്യൂ ചെയ്യാൻ പറ്റുമായിരിക്കും, നോട്ടിഫിക്കേഷൻ വരുമായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റില്ല കേട്ടോ. എന്നിട്ട് ഇത് പറയുന്നത് ശ്രദ്ധിക്കാതെ പിന്നീട് വന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റിയില്ല, ചാറ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല എന്ന് കംപ്ലൈൻറ്റ് പറയരുത്. ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്, മെമ്പേഴ്സ് ഓൺലി ലൈവാണ് ഫ്രൈഡേ. കാരണം എനിക്ക് നമ്പേഴ്സ് ലിമിറ്റ് ചെയ്യാൻ സാധിക്കും ജോയിൻ ചെയ്യുന്നവരുടെ. അതിന് വേണ്ടിയിട്ടാണ്. കാരണം ഒരു ഭയങ്കര ലോങ് ആയിട്ടൊരു ലൈവ് പോകാനുള്ള എനർജി എനിക്ക് ഈ ആഴ്ച ഇല്ല. അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് ലൈവ് നെക്സ്റ്റ് വീക്കിലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സൺഡേസ് എനിക്ക് പോസിബിൾ അല്ല, ഐ എം സോറി. സൺഡേ എല്ലാവരും വീട്ടിലുണ്ടായിരിക്കും, എനിക്ക് വേറെ എൻഗേജ്മെൻറ്റ്സും ഉണ്ട്. അതുകൊണ്ട് സൺഡേസ് ഈസ് നോട്ട് പോസിബിൾ ഫോർ മീ കേട്ടോ. സബ്സ്ക്രൈബേഴ്സിൻ്റെ ലൈവിൽ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് തന്നെ കുറേ പേരുണ്ട്. അതിൽ എത്ര പേര് ജോയിൻ ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കണ്ണിൽ കാണുന്ന മെസ്സേജസിനെ നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാനൊരു കമ്പ്യൂട്ടർ ആണെങ്കിൽ എനിക്ക് ആക്യുറേറ്റ് ആയിട്ടെല്ലാം ഒരേ സമയം നോക്കി റിപ്ലൈ ചെയ്യാൻ സാധിക്കും. ഞാൻ മനുഷ്യനായതുകൊണ്ട് എനിക്ക് ആ ഒരു ലിമിറ്റേഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പരമാവധി ഞാൻ ശ്രമിക്കും, എൻ്റെ കണ്ണിൽ കാണുന്ന എല്ലാ അവർക്കും തന്നെ പ്രോപ്പറായിട്ട് റിപ്ലൈ ചെയ്യാൻ ഞാൻ ശ്രമിക്കും. പറ്റില്ല, കാരണം 2-3 മണിക്കൂറൊന്നും ഇനി സാധിക്കില്ല എനിക്ക്. ഞാൻ 1.5 hours ആകുമ്പോൾ ഞാൻ കട്ടാക്കും. ഓക്കെ, കട്ടാക്കിയിട്ട് വീണ്ടും പിന്നീട് വൈകുന്നേരമോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഓവർ എക്സോസ്റ്റഡ് ആയിപ്പോയി എന്ന്. അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്, ആരെയും ഇഗ്നോർ ചെയ്തു അല്ലെങ്കിൽ അവരുടെ നോക്കിയില്ല എന്നൊന്നും പറഞ്ഞ് വിഷമിക്കരുത്. അടുത്ത ഒരു ചാൻസ് തീർച്ചയായിട്ടും, കാരണം ഞാൻ നോക്കുന്നവരുടെ പേര് ഞാൻ ഓർമ്മിക്കാറുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ആരുടെയെങ്കിലും വന്നാൽ ഞാൻ അവർക്ക് പ്രിഫറൻസ് കൊടുക്കും. മെമ്പേഴ്സിന് എസ്പെഷ്യലി അവർ പേ ചെയ്തതാണ്, അപ്പോൾ എനിക്ക് അവർക്കൊരു പ്രിഫറൻസ് കൊടുത്തേ പറ്റൂ. അതുകൊണ്ടാണ് മെമ്പേഴ്സ് ഓൺലി ലൈവ് ഫ്രൈഡേ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ മെമ്പേഴ്സിനോട് എനിക്കുള്ളൊരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ,
മെമ്പേഴ്സ് ഓൺലി ലൈവ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ കഴിയുമെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനുള്ള ലൈവിൽ കയറാതിരിക്കുക. അപ്പോൾ എനിക്ക് അത്രയും നമ്പേഴ്സ് കുറഞ്ഞു കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അത് റിക്വസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കായിട്ട് സ്പെസിഫിക്കലി ഞാനൊരു ലൈവ് വരും എല്ലാ ആഴ്ചയും. അതങ്ങനെ ഒരു ഡീലാക്കിയാലോ? എന്നാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ. മറ്റുള്ളവർക്കൊരു ചാൻസ് കിട്ടുമല്ലോ. നിങ്ങൾക്ക് എന്തായാലും ചാൻസ് കിട്ടും മെമ്പേഴ്സ് ഓൺലി ലൈവിൽ. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ റീഡിങ്ങിലേക്ക് പോവുകയാണേ. കുറേ സമയം സംസാരിച്ച് തന്നെ പോയി. കാരണം കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനല്ലാതെ എനിക്ക് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ വേറെ മാർഗ്ഗമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിതിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ മെമ്പർഷിപ്പ് വേണ്ടവർ ആ ജോയിൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കയറിക്കോളൂ. ഓക്കെ. അപ്പോൾ എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് വെച്ചിട്ടായാലും ഫ്രൈഡേ ഉണ്ട് ലൈവ്. 6-7 പേരായാലും ഞാൻ വരും കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേര് ABCDEF തുടങ്ങുന്നതാണ്. ഇവരുടെ റിലേഷൻഷിപ്പിൽ അടുത്ത ഒരാഴ്ച 7 ദിവസം എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം? ഓക്കെ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ABCDEF തുടങ്ങുന്നതാണ്. ഇവരുടെ റിലേഷൻഷിപ്പിൽ അടുത്ത ഒരാഴ്ച എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം? അടുത്ത 7 ദിവസം വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നൊന്ന് കാണിച്ചു തരും. കിങ് ഓഫ് വാൻസ് തനിയെ തന്നെ വീണു കേട്ടോ. ഓക്കെ. 7 ഓഫ് വാൻസ്, 5 ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, ചാരിയറ്റ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. ഇതെന്ത് പറ്റി? സാധാരണ ഇവർ ഭയങ്കര റൊമാൻറ്റിക്കും ലവും ഒക്കെ കാണിക്കുന്ന ആൾക്കാരാണല്ലോ. ഈ ആഴ്ച അവർക്ക് എന്താ പ്രശ്നം? സ്നേഹമുണ്ട് കാർഡ്സ് തന്നെ. ഫസ്റ്റ് കാർഡ് തന്നെ കിങ് ഓഫ് വാൻസ് ആണ് കിട്ടിയത്. അപ്പോൾ സ്നേഹക്കുറവൊന്നും ഇല്ല. സ്നേഹത്തോടൊപ്പം അട്രാക്ഷനും ഉണ്ട് അവർക്ക് മനസ്സ് കൊണ്ട്. പക്ഷേ ഒരു സാബട്ടാജ് അവിടെ കാണുന്നുണ്ട്. സാബട്ടാജ് പറയുമ്പോൾ മനഃപൂർവ്വം മെസ്സേജ് അയക്കാതിരിക്കുക, സ്വയം സ്റ്റോപ്പ് ചെയ്യുക. മെസ്സേജസ് അയക്കുന്നതിൽ നിന്നും, നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതിൽ നിന്നും, നിങ്ങളെ കാണുന്നതിൽ നിന്നും സ്വയം സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്നുകിൽ അവിടെ ഒരു സിക്നസ്, ഒരു അസുഖം മൂലമായിരിക്കാം ഇവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാത്തത്. അല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു റെസ്പോൺസിബിലിറ്റി അവിടെ വന്നു ചേർന്നിട്ടുണ്ട്, ഒരു ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ. അസുഖവും കാണുന്നുണ്ട്. അതായത് ഒരു വീഴ്ച, ഒരു ആക്സിഡൻറ്റ്, കാല് വേദന, കാല് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നം. ഓക്കെ. ലോൺ റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂ, ഫൈനാൻസ് റിലേറ്റഡ് എന്തോ ഇഷ്യൂ ഒക്കെ ആയിട്ട് ഇവർക്ക് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എന്ന് കാണുന്നുണ്ട്. അടുത്ത 7 ദിവസത്തെ ഉള്ളിൽ നടക്കാവുന്ന കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. ചിലർ ജോലിയിൽ ഭയങ്കരമായിട്ട് ബിസി ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് അതിൽ കുറച്ച് ശ്രദ്ധിച്ചേ മതിയാവൂ. കാരണം അവിടെ ഫൈനാൻഷ്യൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവർക്ക് അവരുടെ കാര്യം കുറച്ച് ഫോക്കസ് ചെയ്തേ പറ്റൂ. അവർ സ്വയം ഇമ്പ്രൂവ് ചെയ്യുന്നതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. മേ ബി ചിലർക്കെങ്കിലും ഒരു ജോബ് ട്രെയിനിങ്, എന്തെങ്കിലും ഒരു മീറ്റിംഗ്, ഒരു ട്രെയിനിങ്, അങ്ങനെയൊക്കെ എന്തോ ഒരു കാര്യത്തിൽ ഇവർ കുറച്ച് തിരക്കിൽ പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ എന്തോ ഒരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ തിരക്ക്, ഇങ്ങനെയൊക്കെ ആയിരിക്കാം. അത് ജോലി റിലേറ്റഡ് ആയിട്ടാണ് കേട്ടോ. അതിനെല്ലാം പക്ഷേ മനസ്സിൽ നിങ്ങളെ വന്ന് കാണണം. ഡിറ്റർമിൻഡ് ആണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഡിറ്റർമിൻഡ് ആണ് കേട്ടോ. അതേപോലെ നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബിൽ ഉള്ള ഒരാളായിരിക്കണം. ഇത് തിരിച്ചുമാവാം കേട്ടോ. നിങ്ങൾ തമ്മിലുള്ള സാബോട്ടാജ് വരാൻ നിങ്ങളുടെ സൈഡിൽ നിന്നും ആയിരിക്കാം. ഓക്കെ. നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കാം, നിങ്ങൾ യൂണിഫോംഡ് ജോബിലായിരിക്കാം, അങ്ങനെയും ആയിരിക്കാം. ഓക്കെ. നിങ്ങൾ തിരക്കിൽപ്പെട്ടിട്ട് കാരണം ഇവിടെയും ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരു പുതിയ തുടക്കത്തിലേക്ക് അവർ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു പുതിയ തുടക്കം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചത് നിങ്ങളുടെ റിലേഷൻഷിപ്പാണ്. അപ്പോൾ 2 പേരുടെയും എനർജി അവിടെ റിഫ്ലക്റ്റ് ആവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വൈസ് വേഴ്സ എന്നും പറഞ്ഞത് കേട്ടോ. മേജറായിട്ട് ഇന്ന് മേജർ അർക്കാന കാർഡ് ഒരെണ്ണേ വന്നിട്ടുള്ളൂ. ക്യാൻസർ, കർക്കിടക രാശി. ഈ രാശി ഞാൻ എപ്പോഴും പറയുന്ന അവിടെ ഇംഗ്ലീഷും മലയാളവും പറയാറുണ്ട് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
ബാക്കി കൂടുതലായിട്ടും ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം, വോൺസിൻ്റെ ആണ് പിന്നെ വന്നിരിക്കുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ഇത്രയും ആൾക്കാരാണ് ഇവിടെ കണക്റ്റ് ആയിരിക്കുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ കർക്കിടക രാശിക്കാരാണ്. ഓക്കെ, അവിടെ കുറച്ചൊരു സെൽഫ് കെയർ, സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് കാണുന്നത്. എന്തോ ഒരു ട്രെയിനിങ് ആയിട്ടാണ് മേജറായിട്ട് കാണുന്ന. അവർക്കൊരു യാത്രയുണ്ട്. ഓക്കെ, ഒന്നുകിൽ യാത്ര നിങ്ങളെ കാണാനായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജോലി സംബന്ധമായിട്ട് അവർക്കൊരു യാത്ര ചെയ്യേണ്ടി വരും. നിങ്ങൾക്കും ആവാം. ഓക്കെ, വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഗിവ് മീ മോർ കാർഡ്സ്. വാട്ട് ക്യാൻ ദേ എക്സ്പെക്ട്? ഗിവ് മീ മോർ കാർഡ്സ് ഡിവൈൻ. ഗിവ് മീ മോർ കാർഡ്സ്. ഈ ഒരാഴ്ചത്തെയാണ് കേട്ടോ. ഇത് കുറേ നാളത്തെ ഒന്നല്ല. ഒരാഴ്ചത്തേക്കുള്ള വല്ല ബിസിനസ് ട്രിപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഹെൽത്ത് കോണ്ടാക്റ്റിലാണെങ്കിൽ ഹെൽത്ത് ഓക്കെ ആണോ എന്നൊക്കെ അന്വേഷിച്ചോളൂ കേട്ടോ. ക്ഷീണം, കാലുവേദന, ദേഹം വേദന, പനി അങ്ങനെയൊക്കെ ആവാനും സാധ്യതയുണ്ട്. ഓക്കെ, 3 ഓഫ് സ്വാർഡ്സ്, 8 ഓഫ് സ്വാർഡ്സ്, ഏസ് ഓഫ് സ്വാർഡ്സ്, എന്താ അത്, 6 ഓഫ് സ്വാർഡ്സ്, എന്ത് സ്വാർഡ്സ്, എംപറർ, 5 ഓഫ് കപ്സ്, ക്വീൻ ഓഫ് സ്വാർഡ്സ്, ഒരു കാർഡും കൂടെ ലവേഴ്സാണ് ലാസ്റ്റിൽ. ഇന്ന് ആക്ച്വലി അവരുടെ എനർജി ഈ ആഴ്ച അത്ര ഒരു സുഖമില്ലാത്ത രീതിയിലാണ് കേട്ടോ. ഇവർക്ക് ആരുടെ ഇടപെടൽ മൂലം ചിലർക്കെങ്കിലും, ഓക്കെ, എല്ലാവർക്കും എന്ന് ഞാൻ പറയുന്നില്ല, ഇവിടെ ഇപ്പം മേടരാശിക്കാരും ഏരീസ് രാശിക്കാരും ജെമിനായി രാശിക്കാരും കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട് കർക്കിടക രാശിക്കാരോടൊപ്പം കേട്ടോ. ജെമിനായി വരുമ്പോൾ മിഥുന രാശി, മേടരാശി, മിഥുന രാശി, കർക്കിടക രാശി കേട്ടോ, കൂടുതലായിട്ട് കണക്റ്റ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൊക്കെയാണ്. അതായത് ആരുടെയോ ഇടപെടൽ മൂലം ഇവരുടെ ലൈഫിൽ ഉള്ള ഒരു സ്ട്രോങ് ഇടപെടൽ മൂലം, അല്ലെങ്കിൽ ഇവരുടെ ഈഗോ മൂലം നിങ്ങൾ ചിലപ്പോൾ ഒന്ന് വഴക്കിട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു ബ്രേക്ക് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു അകൽച്ച അവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട് ചിലർക്കെങ്കിലും. ഇവർ സെൽഫ് റെസ്ട്രിക്റ്റ്, സാബട്ടാജിൻ്റെ നേരെ തന്നെയാണ് ഈ കാർഡ് വന്നിരിക്കുന്നത്. അവർ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യാണ് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതിൽ നിന്നും. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലർക്കെങ്കിലും കാണുന്നുണ്ട് കേട്ടോ. ആ തേർഡ് പാർട്ടി ഇവരുടെ ഫാമിലി തന്നെ ആയിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, എംപറർ കാർഡ് വന്നുകൊണ്ട് ഞാൻ പറയും ഇവരുടെ ഫാദർ അല്ലെങ്കിൽ ഫാദർലി ആയിട്ടുള്ള ആരോ, ഫാദറിൻ്റെ ഒപ്പം തന്നെ അവിടെ ഒരു രണ്ടുപേരും ഫാദറും മദറും തന്നെ എടുക്കേണ്ടി, ഒരു ഫാമിലി ആയിട്ട് തന്നെ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അവിടെ ഒരു സ്പൗസ് ഉണ്ട്. ഓക്കെ, സ്പൗസ് ഒരു തേർഡ് പാർട്ടി ആയിട്ട് അവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഇവരുടെ ഫാദർ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വുമൺ ആണെങ്കിൽ അവരുടെ ഹസ്ബൻഡ് ആയിരിക്കാം. ഓക്കെ, അവർ ഭയങ്കര കൺട്രോളിങ് ആയിട്ടാണ് അവിടെ കാണുന്നത്. ഓക്കെ, ഈ ആഴ്ചത്തെ കാര്യമായി പറയുന്നത്. അവരുടെ ഒപ്പം ഇവർക്കൊരു യാത്ര പോവേണ്ട ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഫോഴ്സ്ഫുള്ളി വലിയ ഹാപ്പി ആയിട്ടൊന്നും അല്ല പോകുന്നത്. ഒരു ഹാർട്ട് ബ്രേക്കിലാണ് ഇവർ പോകുന്നത് കേട്ടോ. പക്ഷേ അവർ മനസ്സിൽ അവർക്കപ്പോഴും ഒരു റിയാലിറ്റി ചെക്ക് ഉണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അവർക്ക് നല്ലോണം അറിയാം. ഓക്കെ, അതിനെപ്പറ്റി ഓർത്തിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവർ ഭയങ്കര സാഡാണ്. പക്ഷേ ഇവിടെ കൺട്രോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഈ തേർഡ് പാർട്ടിയുടെ ഇടപെടൽ കുറച്ച് സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. സ്നേഹം ഉണ്ടോ ചോദിച്ചാൽ ഒരുപാട് സ്നേഹമാണ്. ലവേഴ്സാണ്, നിങ്ങളൊരു സോൾമേറ്റ് ആണ്, ട്വിൻ ഫ്ലെയിം ആണെന്നൊക്കെ ഇവർക്ക് മനസ്സിൽ തോന്നാറുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടിയുടെ അടുത്തുനിന്ന് പെട്ടെന്ന് കടന്നു പോകാനുള്ളൊരു സിറ്റുവേഷൻ ഈ ആഴ്ച ഇവർക്ക് കാണുന്നില്ല. പക്ഷേ ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് വേണം എന്നിവർ വളരെ കാര്യമായിട്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. തേർഡ് പാർട്ടി അവിടെ കൺട്രോളിങ് ആയിട്ടാണ് കാണുന്നത്. ഫാദർ ഫിഗർ ആയിട്ടുള്ള ആരോ, അല്ലെങ്കിൽ വേറെ എന്താണ്, ഇവരുടെ ഈഗോ തന്നെ ആയിരിക്കാനും സാധ്യതയുണ്ട്. പ്രാക്ടിക്കൽ തിങ്കിങ് ഒക്കെ അങ്ങനെ ഉള്ള ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ നോക്കിയിട്ടുള്ള ഒരാളായിരിക്കണം ഈ ഫാദർ എന്ന് പറഞ്ഞ ഒരാൾ. ഫാമിലി എന്ന് തന്നെ എടുത്തോളൂ. അതേപോലെ സ്പൗസ് ആയാലും അവിടെ കുറച്ച് കൺട്രോളിങ് നേച്ചറിലാണ് കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് ആക്ഷൻ, എനി നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ.
In the coming week, they seem to be blocking my viewers. Will there be any next action in the coming week for the next 7 days? ലവേഴ്സ്, ഒരുപാട് സ്നേഹം മനസ്സിൽ. ലവേഴ്സ് ട്വൈസ് റിപ്പീറ്റ് ആയിട്ടുണ്ട്. സ്നേഹം ഒരുപാട് ഉണ്ട് കേട്ടോ. കിങ് ഓഫ് സ്വാർഡ്സും ക്വീൻ ഓഫ് സ്വാർഡ്സും അവിടെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. പറയാം. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ട്വൈസ് വന്നിട്ടുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് വരുന്നുണ്ട് അവിടെ. ടെമ്പറൻസ് ആൻഡ് എംപ്രസ് ആൻഡ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ഒരേ ഒരു കാർഡ് കൂടെ. 3 ഓഫ് കപ്സ്. ഓക്കെ. ഇവരുടെ സ്വയം ഒരു ഈഗോ അവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളും അവരും കുറച്ച് ഈഗോ വർക്കൗട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് ഈ ആഴ്ച. ഒരു പക്ഷേ വഴക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. നിങ്ങളിപ്പോൾ വഴക്കിലല്ലെങ്കിൽ അടുത്ത 7 ദിവസത്തിനകം നിങ്ങൾ, എസ്പെഷ്യലി നിങ്ങൾ ഒരു ലവ് റിലേഷൻഷിപ്പിൽ ആണ്, എക്സിസ്റ്റിംഗ് ലവ് റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു വഴക്ക് വരാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക കേട്ടോ. സ്നേഹക്കുറവൊന്നുമല്ല അവിടെ, സ്നേഹം കൂടിയിട്ടുള്ള വഴക്കാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടൊന്ന് വഴക്കിട്ടിട്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുക. ഈ പരിപാടി ഇതിപ്പോൾ ഒരു ട്രെൻഡാണല്ലോ. വഴക്കിട്ട് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആ പരിപാടി തന്നെയാണ് ഇവിടെ. ഓക്കെ. അല്ലാതെ ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള തെറ്റിപ്പിരിയലൊന്നും അല്ല. വഴക്ക് വരാനുള്ള സാധ്യത, നിങ്ങൾ കപ്പിളാണെങ്കിലും ലവ് റിലേഷൻഷിപ്പ് എന്ന് ഞാൻ പറയുമ്പോൾ അവിടെ ഫാമിലി ഇൻക്ലൂഡഡ് ആണ്. ഫാമിലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ലവേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. ന്യൂ ലവ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു വഴക്ക് വരാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങളുമായിട്ട് വഴക്കൊക്കെ വന്നാൽ തന്നെ അതൊരു ബാലൻസിൽ പോയിട്ട് നിങ്ങൾ ഒരു ന്യൂ ബിഗിനിങ്ങിൽ എത്തുന്നതായിട്ടൊക്കെ തന്നെയാണ് കാണുന്നത്. ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ചിലർക്കെങ്കിലും കരിയറിൽ ഒരു പുതിയ ബിഗിനിങ് കിട്ടുന്നുണ്ട്. ഒരു പുതിയ ജോലി, ഒരു ജോബ് ഓഫർ എല്ലാം കിട്ടി. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് മൂവ് ഓൺ ചെയ്ത് പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഞാൻ റിലേഷൻഷിപ്പാണ് ചോദിച്ചതെങ്കിലും അവിടെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. പ്രോബബ്ലി നിങ്ങൾക്ക് ജോലി കിട്ടിയാലേ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുള്ളായിരിക്കും. അതുകൊണ്ടായിരിക്കും ഡിവൈൻ ഇതൊരു കണക്ഷൻ എനിക്ക് തന്നത്. ആർക്കൊക്കെയോ ജോലി വരാൻ പോകുന്നുണ്ട് പുതിയത്, ഉറപ്പായിട്ടും കേട്ടോ. നിങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ന്യൂ ബിഗിനിങ് 2 പ്രാവശ്യമാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വന്നത്. മൂവ്മെൻറ്റിൻ്റെ കാർഡ്സും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ജോലി കിട്ടി വേറെ എവിടെയെങ്കിലും പോകാൻ സാധ്യതയുണ്ട്. ഒരു സെലിബ്രേഷൻ അവിടെ കാണുന്നുണ്ട്. ഓക്കെ. സെലിബ്രേഷൻ മോഡ് അവിടെ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു എംപ്രസ് സാന്നിധ്യമാണ് കേട്ടോ. എംപറർ പ്രാക്ടിക്കാലിറ്റി, ഈഗോ, കൺട്രോൾ ഇഷ്യൂസ് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും എംപ്രസ് നേരെ തിരിച്ചാണ്. മദർലി കെയർ, നർച്ചറിങ്, ഒരുപാട് സ്നേഹം അങ്ങോട്ട് കൊടുക്കുക, ഒരുപാട് കെയർ കൊടുക്കുക, അങ്ങനെ ഭയങ്കര സ്വീറ്റായിട്ടുള്ളൊരു ക്യാരക്ടറാണ് എംപ്രസിൻ്റെ. മനസ്സിലായോ? അപ്പം അവിടെ എംപ്രസിൻ്റെ എനർജിയിലാണ് അവർ നിങ്ങളെ കാണുന്നത്, നിങ്ങൾ തിരിച്ചും. ഓക്കെ. പക്ഷേ ഈ ജോലിയുടെ ഭാരം മൂലം കാര്യങ്ങൾ കുറച്ച് അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അവിടെ. ഒരുപാട് എംപറർ വെച്ചിട്ട് റെസ്പോൺസിബിലിറ്റീസ് എന്ന് നമുക്ക് പറയാം. അവിടെ അതിൻ്റെ ഒരു തിരക്ക് മൂലം ആ ഒരു എനർജി കുറച്ചൊരു സ്ലോയിങ് ഡൗണിലാണ്. ഇത്തിരി ക്ഷമാപൂർവ്വം മാത്രമേ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത് കേട്ടോ. ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ വളരെ സ്ട്രോങ് ആണ്. അവിടെ സ്പൗസ് ആയിരിക്കാം, പാരൻസ് ആയിരിക്കാം, ബ്രദർ ആയിരിക്കാം, സിസ്റ്റർ ആയിരിക്കാം, കരിയർ ആയിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന എന്തും ആവാം. ഓക്കെ. ഓവറോൾ പോസിറ്റീവ് തന്നെയാണ്. ജോലി റിലേറ്റഡ് ആയിട്ട് ഒരു പുതിയ ബിഗിനിങ് അവിടെ കാണുന്നുണ്ട്. ലവ് റിലേറ്റഡ് ആയിട്ട് ഒരു ന്യൂ ബിഗിനിങ് അവിടെ കാണുന്നുണ്ട്. ഓക്കെ. റെസ്പോൺസിബിലിറ്റീസ് കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് ഗ്രൂപ്പുകാരുടെ റീഡിങ്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം GHIJKL ആണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്ത ഒരാഴ്ച നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ. ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേര് GHIJKL തുടങ്ങുന്നതാണ്. ഇവരുടെ റിലേഷൻഷിപ്പിൽ അടുത്ത ഒരാഴ്ച അടുത്ത 7 ദിവസം എന്ത് പ്രതീക്ഷിക്കാമെന്നൊന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം GHIJKL ആണ്. ഇവരുടെ റിലേഷൻഷിപ്പിൽ അടുത്ത ഒരാഴ്ച എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞു തരും.
2 of Pentacles, 6 of Swords, 4 of Cups, Justice, 10 of Swords, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് 6 of Wands. ആരുടെയും എനർജി ഈ ഒരാഴ്ച അത്ര സുഖമുള്ളതായിട്ട് തോന്നുന്നില്ല. ജസ്റ്റിസ് വെച്ചിട്ട് ലിബ്ര തുലാരാശിക്കാരെ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ബാക്കി എല്ലാ രാശിയും തന്നെ ഉണ്ട് കേട്ടോ. പെൻഡക്കിൾസ് ഉണ്ട്, കപ്സ് ഉണ്ട്, സോട്ട്സ് ഉണ്ട്, വോൺസും ഉണ്ട്. അപ്പോൾ ബാക്കി എല്ലാ രാശിയും തന്നെ ഉണ്ട്. കുറേശ്ശെയായിട്ട് കൂടുതലായിട്ട് തുലാരാശിക്കാരാണ് കണക്റ്റ് ആയിരിക്കുന്നത്. GHIJKL അവിടെ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ കാണുന്നുണ്ട്, ഒരു കൺഫ്യൂഷൻ കാണുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഒരേ സമയം 2 കാര്യങ്ങളിൽ പെട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അത് ജോബാണോ തേർഡ് പാർട്ടി ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു യാത്ര വേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതോ ഇനി തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ട് മൂവ് ഓൺ ചെയ്ത് പോകുന്നതാണോ അതും അറിയില്ല. നമുക്ക് കൺഫേം ചെയ്യാം ക്ലാരിഫൈ ചെയ്യുമ്പോൾ. ഓക്കെ, നിങ്ങളെ മിസ്സിങ് എനർജിയാണ്, ഹൈലി മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് അവിടെ കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ജസ്റ്റിസ് സെർവ് ചെയ്യണം എന്നൊക്കെ ഇവർ വളരെ കാര്യമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ചിലരുടെയെങ്കിലും ലൈഫിൽ ഒരു ഡിവോഴ്സ് കേസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോർട്ട് കേസ് നടക്കുന്നതായിട്ട്, കോടതി വിചാരണ നടക്കുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട് കേട്ടോ. കൂടുതലായിട്ടും ഒരു സെപ്പറേഷൻ്റെ, ഡിവോഴ്സിൻ്റെ ഇതൊക്കെയാണ് കാണുന്നത്. അവർ വളരെ പെയിൻഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ ഒരു വേദന അവർക്ക് മനസ്സിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ പോവുകയാണേ. അല്ലെങ്കിൽ ഞാൻ അടുത്ത സെറ്റ് കാർഡ്സ് എടുത്ത് പോവുക ചെയ്യുക. പക്ഷേ ഇവിടെ കുറച്ച് ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ക്ലാരിഫൈ 2 of Pentacles പ്ലീസ്. ക്ലാരിഫൈ 2 of Pentacles. കാരണം ക്ലിയർ മെസ്സേജ് അല്ല ഇവിടെ വന്നത്. ക്ലാരിഫൈ 2 of Pentacles. അവിടെ ഫാമിലിയും നിങ്ങളും ആണ് ജഗ്ലിങ് ആവാനുള്ള കാര്യം കേട്ടോ. അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. അവർ ഫാമിലിയുടെ അവിടെ നിൽക്കണോ നിങ്ങളുടെ കൂടെ നിൽക്കണോ എന്നറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷനാണ്. ഫാമിലി ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവരുടെ പാരൻസ് ആവാം, സ്പൗസ് ആവാം, കുട്ടികൾ ഉണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ റെസ്പോൺസിബിലിറ്റീസ്, അങ്ങനെ ഒരു എന്താ പറയുക, അവർക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അവിടെ ഒരു റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. അവിടെ ജഗ്ൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ 6 of Swords. ക്ലാരിഫൈ 6 of Swords. ഇത് ഒരാഴ്ചത്തെ എനർജിയാണേ, ഇത് മാറിക്കൂടായികയില്ല പിന്നീട്. ക്ലാരിഫൈ 6 of എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി കാണുമായിരിക്കും ഫാമിലിയുടെ അടുത്ത്. വീട്ടിൽ ആർക്കെങ്കിലും സുഖമില്ലാതിരിക്കാം, അങ്ങനത്തെ റെസ്പോൺസിബിലിറ്റി. കാരണം അവിടെ അറ്റൻഷൻ വേണ്ട ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഓക്കെ, ഇത് ഒരു യാത്ര എന്ന് പറയുന്നത് ഒരു തീർത്ഥയാത്ര പോലെയാണ് കാണുന്നത്. ഇവർ ചിലപ്പോൾ ഒരു അമ്പലത്തിലോ പള്ളിയിലോ അങ്ങനെ ഒരു സ്പിരിച്വൽ റിലേറ്റഡ് കാര്യത്തിനോ എന്തെങ്കിലും ഫാമിലിയുടെ ഒപ്പം പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരു ചെറിയ യാത്ര, കൂടുതലായിട്ട് സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ചിലപ്പോൾ ഈ ഒരു സത്സംഗം അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, ലൈക്ക് ഏതെങ്കിലും ഇവർ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ യോഗ റിലേറ്റഡ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ ഒരു യാത്ര പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതൊരു ഹീലിംഗ്, അത് അവർക്ക് നല്ലത് ചെയ്യും. ഓക്കെ, ഒരു ഹീലിംഗ് പ്രോസസ്സിൽ കൂടെയൊക്കെ പോകാൻ ഇവരെ അത് സഹായിക്കും കേട്ടോ. നിങ്ങളുമായിട്ടൊരു ബാലൻസിൽ എത്തണമെന്നൊക്കെ തന്നെയാണ് ഇവരുടെ മനസ്സിൽ. കാരണം ഇമോഷണലി ഇവരിപ്പോൾ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണ്. ഡിസ്റ്റർബ്ഡ് കുറച്ചല്ല, സാമാന്യം നന്നായി തന്നെ ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പോൾ ഇവർ ആലോചിക്കുന്ന കുറച്ചൊരു ഹീലിംഗിൽ കൂടെയൊക്കെ പോവേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യാമെന്നുള്ള രീതിയിൽ ഫാമിലിയുടെ ഒപ്പം പോകുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ 4 of Cups. ക്ലാരിഫൈ 4 of Cups. ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അവിടെ. Three of Wands. തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം അവിടെ ഫാമിലി ഉണ്ടല്ലോ, ഫാമിലി അവരുടെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ ലോങ് ഡിസ്റ്റൻസിലും ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു മിസ്സിങ് എനർജി അവിടെ ഭയങ്കരമായിട്ട് വരുന്നത്. ക്ലാരിഫൈ ജസ്റ്റിസ്. വൈ ഈസ് ജസ്റ്റിസ് ഹിയർ? ഡിവൈൻ, വൈ ഈസ് ജസ്റ്റിസ് കാർഡ് ഹിയർ? ഓക്കെ, നിങ്ങളുമായിട്ട് ഒരു എന്താ പറയുക, ഒരു നല്ല വർത്തമാനം നിങ്ങൾക്ക് തരണം എന്ന് ഉള്ള ആഗ്രഹം അവർക്കുള്ളതായിട്ടാണ് കാണുന്നത്.
ഒരു റീയൂണിയനെ പറ്റിയിട്ടൊക്കെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് അവിടെ എന്തോ ഒരു കോർട്ട് കേസ് നടക്കുന്നുണ്ട് ചിലർക്കെങ്കിലും കേട്ടോ. അതിൻ്റെ ഒരു കൺക്ലൂഷൻ, ഒരു പക്ഷേ അതിൻ്റെ ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കണം, അതൊരു സെലിബ്രേഷനിലെത്തണം എന്നൊക്കെ ഉള്ളൊരു കാര്യമായിരിക്കാം. അതിനെ പറ്റിയിട്ടാണ്. കാരണം ഇവർ ഫാമിലിയുടെ ഒപ്പം യാത്രയിലാണെന്നും കാണിക്കുന്നുണ്ട്. ഓക്കെ, അതൊരു ഗിൽറ്റി കോൺഷ്യസ്നെസ് ഉണ്ടായിരിക്കാം ഇവരുടെ മനസ്സിൽ. അപ്പോൾ നിങ്ങളോട് ഇൻജസ്റ്റിസ് പ്രവർത്തിക്കുകയാണോ എന്ന് ഇവർ ചിന്തിക്കുന്നുമുണ്ട് കേട്ടോ. കാരണം ഫാമിലിയുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുകയാണ്, അത് നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കും എന്നൊക്കെ ഇവർക്ക് ബോധ്യമുണ്ട്. അപ്പോൾ ഇവർ വിചാരിക്കുന്ന പോയിട്ട് വന്നതിന് ശേഷം നിങ്ങളെ വിളിച്ച് ഒരു റിയൂണിയൻ നിങ്ങളെയും കാണാൻ വരണം എന്നിവർ ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് ഇവർ വിചാരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇവർ ഒറ്റയ്ക്കായിരിക്കില്ല വരുന്നത്, കൂട്ടത്തിൽ ആരെങ്കിലും കൂടെ കൊണ്ട് നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഒരു മൂന്നാമതൊരാൾ അവിടെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ക്ലാരിഫൈ 10 of swords. Clarify 10 of swords. Clarify why is 10 of swords here. പെയിൻ എന്ന് പറയുന്ന ഒരു വെയിറ്റിംഗ് പീരീഡാണ്. കാരണം ഇവരിപ്പോൾ ഫാമിലിയുടെ അടുത്ത് സ്റ്റക്കാണ്. അപ്പോൾ നിങ്ങളെ കാണാൻ വരണമെങ്കിൽ കുറച്ച് സമയം വേണം അല്ലേ, ആ ഒരാഴ്ചത്തെ ഗ്യാപ്പെങ്കിലും വേണം. 7 ആണ് ഇവിടെ വന്നിരിക്കുന്നത്, 7 days എന്ന് കൂട്ടിക്കോളൂ. ആ ഒരു 7 daysന് ശേഷമേ നിങ്ങളെ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ വരുന്നുള്ളൂ. അപ്പോൾ അതുവരെയുള്ള സെപ്പറേഷൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതിരിക്കുക, നിങ്ങളെ കാണാനുള്ള വെയിറ്റിംഗ് പീരീഡ് അവർക്ക് വളരെ വേദന ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടൊന്നും അല്ല അവരവരുടെ ഫാമിലിയുടെ ഒപ്പം പോയിരിക്കുന്നത്, അങ്ങനെ വിചാരിക്കേണ്ട. ഫാമിലി എന്ന് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, സ്പൗസ് മാത്രമല്ല അവിടെ പാരൻസ്, അങ്ങനെ അവർക്ക് വേണ്ടപ്പെട്ട ആരൊക്കെയോ എന്ന് കരുതിയാൽ മതി. ഡിവൈൻ പ്ലീസ് ഗൈഡ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ പ്രബലമാണ്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അത് അവരുടെ ഫാമിലിയും ആണ്. ഓക്കെ, ഗിവ് മി മോർ കാർഡ്സ്. നൈറ്റ് ഓഫ് സ്പോർട്സ്, സ്റ്റാർ, 6 of cups, 2 of cups. ഞാൻ പറഞ്ഞില്ലേ റീയൂണിയൻ അവർ തീർച്ചയായിട്ടും വരുന്നുണ്ട് കേട്ടോ. നിങ്ങളെ കാണാൻ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റും ഒക്കെ കൊണ്ടുവരും നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. നൈറ്റ് ഓഫ് വാൻസ്, ഒരു കാർഡ് കൂടെ ലാസ്റ്റ്, ഹെയറോഫന്റ്. റിലീജിയസ് ട്രാവൽ തന്നെയാണ്. ഓക്കെ, ഹെയറോഫന്റ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അവർ റിലീജിയൻസും ടെമ്പറൻസും വരുമ്പോൾ റിലീജിയസ് ആയിട്ട് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു യാത്രയെ പറ്റിയിട്ട് തന്നെയാണ് ഇവർ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവർക്ക് പോകേണ്ട സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു റിലീജിയസ് ട്രിപ്പാണ് വിത്ത് ഫാമിലി. ഓക്കെ, നിങ്ങളെ പ്രതി ഹൈലി പാഷനേറ്റ് ആണ് കേട്ടോ. അവരുടെ ലൈഫിൽ നിങ്ങൾ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്, അതവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, സ്റ്റാർ കാർഡ് വെച്ചിട്ട് സ്റ്റാറിൻ്റെ രാശി വരുന്നത് അക്വേറിയസ്, കുംഭരാശി കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഹെയറോഫന്റ് വെച്ചിട്ട് ടോറസ് രാശിയും കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ടെമ്പറൻസ് ഞാൻ പറഞ്ഞല്ലോ, സാജിറ്ററീസ്, ധനുരാശിക്കാരും കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട് കേട്ടോ. ബാക്കി എല്ലാ രാശിയും തന്നെ സ്കാറ്റേഡ് ആയിട്ടുണ്ട്. ഈ രാശികൾ കുറച്ച് കൂടുതലാണ്. അപ്പോൾ നിങ്ങളെ ഓർക്കുന്നുണ്ട്. ആരുടെ കൂടെ ഇവർ എവിടെ യാത്ര എന്ത് തന്നെ പോയാലും മനസ്സിൽ ബാക്ക് ഓഫ് ദി മൈൻഡ് അവരുടെ അടുത്ത് സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴും എല്ലാം നിങ്ങളുടെ ചിന്തകൾ ഇവരുടെ മനസ്സിൽ, നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത മൂമെൻറ്റ്സ്, നിങ്ങൾ കൂടെ ഇല്ലല്ലോ എന്നുള്ള വിഷമം എല്ലാം ഇവർക്ക് ബാക്ക് ഓഫ് ദി മൈൻഡിൽ ഉണ്ട്. നിങ്ങളെ കാണണം എന്നുള്ള വളരെ തീവ്രമായ ആഗ്രഹമുണ്ട്. 2 of Cupsൻ്റെ എനർജിയിൽ ഒരു റീയൂണിയൻ തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പുകാർക്ക് വരുന്നുണ്ട്. ഈ ഒരാഴ്ച ഒന്ന് വെയിറ്റ് ചെയ്യൂ, അതിനുശേഷം അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും കേട്ടോ. അവിടെ ഇവർക്ക് ഹൈലി പാഷനേറ്റ് ആയിട്ട് തന്നെയാണ് നിങ്ങളെ കാണാൻ വരുന്നത്. കാരണം ഈ ഒരാഴ്ച നിങ്ങളെ കാണാത്തതിലുള്ള വിഷമം അവർക്ക് അതിതീവ്രമായിട്ട് തന്നെ ഉണ്ടാവും. ഒരു ക്ഷമാപണമൊക്കെ ആയിട്ട് തന്നെയാണ് ഇവർ നിങ്ങളെ കാണാൻ വരുന്നത്. എൻഡ് റിസൾട്ട് വിക്ടറി തന്നെയാണ് അവിടെ കേട്ടോ. നിങ്ങൾ തമ്മിൽ കാണും ഉറപ്പായിട്ടും. ഓക്കെ, തൽക്കാലം ഈ ഒരാഴ്ച അവരൊന്ന് എൻഗേജ്ഡ് ആണ് എന്നുള്ളൊരു പ്രശ്നമാണ് അവിടെ കാണുന്നത്. അതൊരു റിലീജിയസ് ട്രിപ്പാണ്, ഒരു പ്ലഷർ ട്രിപ്പൊന്നും അല്ല, ഒരു റിലീജിയസ് ട്രിപ്പായിട്ടാണ് കാണുന്നത്. ഓക്കെ, KL-കാരുടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കിയില്ലായിരുന്നു. അവരുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞതൊരു ഡിവൈൻ എന്തായിരിക്കും ഇവരുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള നെക്സ്റ്റ് ആക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യാൻ.
6 ഓഫ് കപ്സ്, നിങ്ങളെ അവരെവിടെ പോയാലും നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളെ ആലോചിക്കുന്നുണ്ട്. 7 ഓഫ് പെൻറ്റക്കിൾസ്, ഈ യാത്ര അല്ലെങ്കിൽ അവരുടെ ഫാമിലി, അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്, അതവർക്കിപ്പോൾ മീറ്റ് ചെയ്തേ മതിയാകൂ. പക്ഷേ അവർ നിങ്ങളുടെ അടുത്ത് തിരിച്ച് എത്തും. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, അവരെവിടെ പോയാലും നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അപ് ടു ഡേറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വാട്സാപ്പ് അപ്ഡേറ്റ്സ്, നിങ്ങളുടെ പിക്ചേഴ്സ് കയ്യിലുണ്ടെങ്കിൽ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഓൺലൈൻ നിങ്ങളുടെ അപ്ഡേറ്റ്സ് ഇവർ നോക്കാറുണ്ട് കേട്ടോ. പിന്നെ ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് അവർ ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആവാനാണ് പോകുന്നത് എന്ന് മാത്രം ഇവിടെ വിചാരിച്ചാൽ മതി. ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഇവർ പോകുന്നത്. റിലീജിയസ് ട്രിപ്പായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. 3 ഓഫ് സോർട്സ് നേരത്തെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് വിഷമിച്ച് തന്നെയാണ് അവർ പോകുന്നത് കേട്ടോ. അല്ലാതെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ട്രിപ്പൊന്നും അല്ല. അതൊരു റിലീജിയസ് ട്രിപ്പ് ഇരിക്കുന്നത്. നെക്സ്റ്റ് ആക്ഷനിൽ കുറച്ചുകൂടെ കാർഡ്സ് തരൂ. 2 ഓഫ് കപ്സ്, തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ ഈ യാത്രയ്ക്ക് ശേഷം നിങ്ങളുമായിട്ട് വരുന്നുണ്ട്. ഓക്കെ. 9 ഓഫ് പെൻറ്റക്കിൾസ്, അവർ എല്ലാ കാര്യങ്ങളും അവരുടെ ലൈഫിലുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ട്രിപ്പ് പോകുന്നത്. ഓക്കെ, ഒരു പ്രാർത്ഥിച്ചാലൊക്കെ അതിനെന്തെങ്കിലും ഒരു മാറ്റം വരും, ഒരു സെൽഫ് സഫിഷ്യൻസി അവർക്ക് കിട്ടും എന്നൊക്കെയുള്ളൊരു ഒരു നേർച്ചയൊക്കെ ആയിട്ട് അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ പോകുന്നത്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കില്ലേ, എന്തെങ്കിലും നടന്നാൽ നമ്മൾ ദൈവത്തിന് വേണ്ടി ഇന്നത് ചെയ്യാം എന്നൊക്കെ വിചാരിക്കില്ലേ, അങ്ങനെ ഒരു നേർച്ച ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യാത്ര പോകുന്ന പോലെയാണ് കാണുന്നത് കേട്ടോ. ഒരു കാർഡും കൂടെ എടുക്കാം. ക്വീൻ ഓഫ് കപ്സ്, നിങ്ങൾ പ്രതി ഹൈലി ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവർക്ക് യാത്ര ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ്, അതുകൊണ്ടാണ് ഇവർ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് നല്ല രീതിയിൽ മാത്രം യാത്ര എടുത്താൽ മതി. ഒരു പോസിറ്റീവ് റിസൾട്ടുമായിട്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരു റീയൂണിയന് വരുമെന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ പേര് MNOPQRSൽ തുടങ്ങുന്നതാണെങ്കിൽ അവരുടെ നെക്സ്റ്റ് ആക്ഷൻ അടുത്ത 7 ദിവസത്തേക്ക് എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം MNOPQRSലാണ്. അടുത്ത ഒരാഴ്ച ഇവരുടെ റിലേഷൻഷിപ്പിൽ എന്ത് പ്രതീക്ഷിക്കാം നമുക്ക്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേര് MNOPQRSൽ തുടങ്ങുന്നതാണ്. അടുത്ത 7 ദിവസം ഇവരുടെ സൈഡിൽ നിന്ന് എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക? ഏസ് ഓഫ് കപ്സ് വീണു കേട്ടോ. ഹൈ പ്രീസ്റ്റസ്, 9 ഓഫ് വാൻഡ്സ്, ഇതെല്ലാം തനിയെ വീണതാണ്, ഞാൻ എടുത്തു. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, ദി എംപ്രസ്, ദ മജീഷ്യൻ. ഇതൊരു ബ്യൂട്ടിഫുൾ എനർജിയാണ് കേട്ടോ. ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹം, ഈ ആഴ്ച ഇവർക്ക് ഒരുപാട് സ്നേഹം തോന്നും നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ ഒരു എംപ്രസിൻ്റെ എനർജിയിലാണ് അവരുടെ ലൈഫിൽ. അതായത് ഇവർ മേജറായിട്ട് ടോറസ് രാശിക്കാർ ഏറ്റവും കൂടുതൽ കണക്റ്റ് ആയിരിക്കുന്നതാണ്. എംപ്രസും മജീഷ്യനും രണ്ടും ടോറസ് ആണ്. ഇടവ രാശി, മലയാളത്തിലും ഞാൻ പറയുന്നുണ്ട്, ഇടവ രാശിക്കാർ ഏറ്റവും കൂടുതൽ, ടോറസ് രാശിക്കാർ, മീനരാശിക്കാരും ഏറ്റവും കൂടുതലായിട്ട്, പൈസസ്കാരും കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഭയങ്കരമായിട്ട് സ്നേഹം തോന്നുന്ന, പരസ്പര സ്നേഹം മനസ്സിൽ ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം, ഈ ഒരാഴ്ച, ഈ ഒരു 7 ദിവസം നിങ്ങളുടെ ഇടയിലൊരു തടസ്സം, നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാൻ ഒരു തടസ്സം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതുപോലെ അവരവരുടെ ജോലി സംബന്ധമായിട്ട് അവർ തിരക്കിലാണ്. നിങ്ങൾ രണ്ടുപേരും തന്നെ അവരവരുടെ ജോലി സംബന്ധമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസിൽ തിരക്കിലാണ്. അതിൻ്റെ ഒപ്പം തന്നെ ടാരോ നല്ലപോലെ കാണുന്നുണ്ട്. ഓക്കെ, ടാരോ റിലേറ്റഡ് ആയിട്ട് നല്ലപോലെ കാണുന്നുണ്ട്. ഇവിടെ എനിക്ക് ടാരോ റീഡർ എന്നുള്ള എനർജി ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ കിട്ടി. നിങ്ങളുടെ പേഴ്സൺ ജ്യോതിഷപരമായിട്ടോ ടാരോ റിലേറ്റഡ് ആയിട്ടോ ഓക്കൾട്ട് റിലേറ്റഡ് എന്തോ ജോലി, സ്പിരിച്വൽ റിലേറ്റഡ്, ഓക്കൾട്ട് റിലേറ്റഡ്, ടാരോ റിലേറ്റഡ്, ജ്യോതിഷ റിലേറ്റഡ് എന്തോ ജോലി ചെയ്യുന്ന ഒരാളാണ് ഉറപ്പായിട്ടും. ഓക്കെ, ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് ആ കണക്ഷൻ ഇപ്പോൾ കിട്ടിയത് കേട്ടോ. അതേപോലെ നിങ്ങളെയും അവർ നിങ്ങളെയും
ദിവസം മുഴുവൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇരുന്ന് നിങ്ങൾക്ക് ആ തോട്ട്സ് വന്നുകൊണ്ടിരുന്നു. നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ചിന്തിക്കാതിരിക്കാൻ ശ്രമിച്ചാലും ആ തോട്ട്സ് മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതായിട്ട് അവിടെ കാണുന്നുണ്ട് കേട്ടോ. ഒരു സ്പിരിച്വൽ റിലേഷൻ ആണ് അവിടെ കാണുന്നത്. സ്പിരിച്വലി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ റിലേഷൻ. ഇപ്പോൾ കാണുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് കണക്റ്റ് ആയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് ഇവർ ഹീൽ ചെയ്ത് വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ജോലി സംബന്ധമായിട്ട് രണ്ടുപേരും തന്നെ തിരക്കിലാണ്. അവരവരുടെ റെസ്പോൺസിബിലിറ്റീസ് മീറ്റ് ചെയ്യാനുണ്ട്. ഫൈനാൻസസിൽ ഫോക്കസ് ചെയ്തേ പറ്റൂ എന്നുള്ള സിറ്റുവേഷനാണ്. നിങ്ങൾ അവരുടെ ലൈഫിലും അവർ നിങ്ങളുടെ ലൈഫിലും ആ ഒരു ബ്യൂട്ടിഫുൾ എംപ്രസ് എനർജിയിൽ ആണ് കാണുന്നത്. വെച്ചാൽ പരസ്പരം കെയർ ചെയ്യാനും സ്നേഹിക്കാനും, അതേപോലെ രണ്ടുപേരും തന്നെ കാണാൻ നല്ല ആൾക്കാരായിരിക്കണം. രണ്ടുപേരുടെ സംസാരം വളരെ മനോഹരമായിട്ട് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം. നിങ്ങൾ ചിലപ്പോൾ ഹീലിംഗ് ആയിട്ട് ലൈക്ക് ഡോക്ടറായിരിക്കാം, നേഴ്സായിരിക്കാം, ലാബ് റിലേറ്റഡ് അങ്ങനെയൊക്കെ ജോലി, സയൻസ് റിലേറ്റഡ് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, ഹീലറായിരിക്കാം. ഓക്കെ, റെയ്ക്കി അങ്ങനെയൊക്കെ ചെയ്യുന്ന ഹീലറായിരിക്കാം. അതേപോലെ വേറെ എന്താണ്, ടാരോ അതൊക്കെ ഞാൻ ജ്യോതിഷമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ ഫൈനാൻസ് റിലേറ്റഡ് അക്കൗണ്ടൻറ്റ് അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം. അല്ലെങ്കിൽ ഒരു ടീച്ചറായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ വേറെ എന്താ പറയുക, സോഷ്യൽ മീഡിയ റിലേറ്റഡ്. ഓക്കെ, സോഷ്യൽ മീഡിയ റിലേറ്റഡ് എന്തെങ്കിലും ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം. ആർട്ടിസ്റ്റ് ആയിരിക്കാം, സിംഗർ, ഡാൻസർ അങ്ങനെയൊക്കെ. നിങ്ങളൊരു ആർട്ടിസ്റ്റ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ തിരിച്ചു എടുത്തോളണേ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഇതെല്ലാം ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. സോഷ്യൽ മീഡിയ എന്ന് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവുന്നത്, ഡോക്ടേഴ്സ് ഒരുപാട് കണക്റ്റഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്, ടീച്ചേഴ്സ് ഒരുപാട് കണക്റ്റഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കൾട്ട് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ആയിട്ട്, അതായത് ഈ സ്പിരിച്വലി റിലേറ്റഡ് അങ്ങനെ വെച്ചോളൂ. സ്പിരിച്വൽ, ജ്യോതിഷം, ടാരോ അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട്, സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അക്കൗണ്ടൻറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കാം. ഇത്രയും ഫീൽഡിലുള്ളവരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഗിവ് മീ മോർ കാർഡ്സ് ഡിവൈൻ, പ്ലീസ് ഗിവ് മീ മോർ കാർഡ്സ്. സ്നേഹമാണ് അവിടെ കാണുന്നത്. സ്പിരിച്വലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു പരസ്പര സ്നേഹം ഭയങ്കരമായിട്ട് തന്നെ ഈ ആഴ്ച കീപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതേസമയം ജോലിയിൽ ശ്രദ്ധിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. കണ്ടോ, വർക്ക് റിലേറ്റഡ് തന്നെയാണ് 8 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ വർക്കിൽ രണ്ടുപേരും തന്നെ പൈസ സമ്പാദിക്കുന്നതിൽ രണ്ടുപേരും തന്നെ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതേസമയം സ്പിരിച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡുമാണ്. നിങ്ങളൊരു ഈക്വൽ ബാലൻസിൽ എത്തണം എന്നൊക്കെ ഇവരും നിങ്ങളും വളരെ കാര്യമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഹീലർ എന്നുള്ളത് വീണ്ടും വീണ്ടും അവിടെ കണക്റ്റ് ആവുന്നുണ്ട്. നിങ്ങളൊരു സ്പിരിച്വൽ ഗ്രൂപ്പിലൊക്കെ ഉള്ള മെമ്പേഴ്സ് ആയിരിക്കണം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു പ്രീസ്റ്റ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ പ്രഭാഷണങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരാളായിരിക്കാം. ഏഞ്ചൽ ഗൈഡൻസ് നല്ലപോലെ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വെള്ളം കൂടുതലുള്ള സ്ഥലത്ത് ജീവിക്കുന്ന ഒരാളുമായിരിക്കാം. സ്റ്റാർ, നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഒരു സ്റ്റാർ പ്രസൻസ് ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത്. അതായത് വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് നിങ്ങൾക്ക്, അവർക്കും ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ഈ അടുത്ത 7 ദിവസത്തിൽ വരുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ ലൈഫിലെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അതേസമയം നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് അല്ലാതെ ഭഗവാൻ തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഒരുപാട് കാലമായി ആഗ്രഹിച്ചിരുന്ന എന്തോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. കിങ് ഓഫ് കപ്സ്, ഏറ്റവും സ്നേഹം മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് രണ്ടുപേരും ഇരിക്കുന്നത്. പരസ്പരം തന്നെയാണ് ഇന്നിവിടെ കണക്റ്റ് ആയിരിക്കുന്നത് കേട്ടോ. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പാണ് ഞാൻ ചോദിച്ചത്, അതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് ഇന്ന് കാണുന്നത്. അപ്പോൾ സ്നേഹം ഒരുപാട് ഏസ് ഓഫ് കപ്സും കിങ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. എംപ്രസ് ഉണ്ട്, മജീഷ്യൻ ഉണ്ട്. ഇത് കൂടുതൽ എന്താ വേണ്ടത് അല്ലേ? മിസ്സിങ് ആണ്, നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസിലായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഒരു മിസ്സിങ് എനർജി അവിടെ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും അവിടെ കുറച്ച് ക്ഷമയോടെ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് ഇവരും നിങ്ങളും ചിന്തിക്കുന്നുണ്ട്. എന്താ കാര്യം എന്നറിയില്ല. മേ ബി ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ടായിരിക്കാം. കാര്യങ്ങൾ ക്ഷമയോടെ മാത്രമേ
മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് കേട്ടോ. 2 ഓഫ് കപ്സ് റീയൂണിയൻ ഒരാഴ്ചയുടെ 7 ദിവസത്തിനകം നിങ്ങൾക്കൊരു റീയൂണിയൻ തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഓക്കെ, ഇന്ന് ഭയങ്കര പോസിറ്റീവ് കാർഡ്സാണ് ഈ ഒരു ഗ്രൂപ്പുകാർക്ക് ഇന്ന് വന്നിരിക്കുന്നത്. MNOP ഏതായിരുന്നു MNOPQRS ഈ ആൾക്കാർക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഈ ഗ്രൂപ്പുകാർ ടാരോ കുറച്ച് കൂടുതൽ കാണുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, പക്ഷേ കുറേ ബാലൻസ് ആയിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു നിങ്ങളിൽ കുറേ പേരെങ്കിലും ഭയങ്കരമായിട്ട് കാണുന്ന കുറച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അതിൻ്റെ ഒരു പീസ്ഫുൾനെസ് റീഡിങ്ങിൽ കാണുന്നുണ്ട് കേട്ടോ. നല്ല കാര്യം. അപ്പോൾ നെക്സ്റ്റ് ആക്ഷൻ നോക്കണോ? ഇതിൽ തന്നെ നെക്സ്റ്റ് ആക്ഷൻ വരുന്നുണ്ട്, റീയൂണിയൻ വരുന്നുണ്ട്. അവിടെ എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ ഈ ഗ്രൂപ്പുകാരുടെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഡിവൈൻ? എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ? നൈറ്റ് ഓഫ് കപ്സ് നിങ്ങളെ കാണാൻ വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു ക്ഷമാപണമൊക്കെ ആയിട്ട് വരുന്നതായിട്ടാണ്. നിങ്ങളിതിൽ വഴക്കിട്ടിട്ടുണ്ടേ ക്ഷമാപണമൊക്കെ ആയിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. 7 ഓഫ് കപ്സ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. റെസ്പോൺസിബിലിറ്റീസ് എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് വരുള്ളൂ കേട്ടോ. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഈ ആഴ്ച മുഴുവൻ സെപ്പറേഷനിലാണെങ്കിലും ഇവർ നിങ്ങളുടെ സോഷ്യൽ മീഡിയ നല്ലപോലെ തന്നെ ഫോളോ ചെയ്യുന്ന പോലെ കാണുന്നുണ്ട്. നിങ്ങൾ തിരിച്ചും ഓക്കെ അവിടെ നിങ്ങളുടെ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ പരസ്പരം എടുത്ത് നോക്കുന്നതായിട്ടും ഇവരുടെ DP അപ്ഡേറ്റ്സ് അതൊക്കെ ഫോളോ ചെയ്യുന്നതായിട്ടും എല്ലാം കാണുന്നുണ്ട്. ഓൺലൈൻ ആക്ടിവിറ്റി ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഗിവ് മീ മോർ ആക്ഷൻ ഡിവൈൻ. 3 ഓഫ് വാൻസ് അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷന് നേരെ നമുക്ക് കണ്ണടയ്ക്കാൻ സാധിക്കില്ല. തേർഡ് പാർട്ടി തീർച്ചയായിട്ടും അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു ലോങ് ഡിസ്റ്റൻസും അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവർ കുറച്ച് സ്ട്രെസ്ഡ് ആണ്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം അവർ കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും വരുന്നതായിട്ട് കാണുന്നുണ്ട്. വാട്സാപ്പ് വഴി ഒരു മെസ്സേജൊക്കെ ആയിരിക്കാം. എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരാഴ്ചയിൽ, അല്ലെങ്കിൽ നേരിട്ട് റീയൂണിയൻ്റെ കാർഡും വന്നിരുന്നു. അതുകൊണ്ട് നേരിട്ട് കാണാനുള്ള സാധ്യത തള്ളിക്കളയാനും നമുക്ക് പറ്റില്ല. നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള സാധ്യതയൊക്കെ അവിടെ വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോളെങ്കിലും വരും കേട്ടോ. ഒരു 2 കാർഡും കൂടെ തരൂ ഡിവൈൻ. ആസ് ഇറ്റ് ഈസ് സ്ട്രെസ്ഡ് ആണ്. കാരണം അവരവിടെ 9 ഓഫ് വാൻസും 9 ഓഫ് സ്വാർഡ്സും വന്നിട്ടുണ്ട്. കുറച്ച് സ്ട്രെസ്ഡ് സിറ്റുവേഷനിലാണ് കാണുന്നത് കേട്ടോ. ഓവർ തിങ്കിങ് ഇരുന്ന് ഇത്രയും പോസിറ്റീവ് കാർഡിൻ്റെ ഇടയിൽ ബാക്ക് ഓഫ് ദി മൈൻഡ് ഒരു ഓവർ തിങ്കിങ് വരുന്നുണ്ട്. ഇത് ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ് ആയിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ വരാനും കാരണം 2 പേരും തന്നെ ജോലിയിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ജോലി സംബന്ധമായ സ്ട്രെസ് ആയിരിക്കാനും മതി. 9 ഓഫ് കപ്സ് നിങ്ങൾ ഭയങ്കര പോസിറ്റീവായിട്ട് സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ സ്വയം കെയർ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് അവിടെ വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ 2 കാർഡ് നമുക്ക് കിട്ടി. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. 9 ഓഫ് കപ്സ് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ അടുത്ത ഒരാഴ്ച ഈ ഗ്രൂപ്പുകാർക്ക് പൊതുവേ നല്ലതായിട്ടായിരിക്കും പോകുന്ന റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം TUVWXYZ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം TUVWXYZ തുടങ്ങുന്നതാണ്. ഇവരുടെ റിലേഷൻഷിപ്പിൽ ഈ വരുന്ന ഒരാഴ്ച എന്ത് പ്രതീക്ഷിക്കാം? അടുത്ത 7 ദിവസത്തിൽ ഇവരുടെ റിലേഷൻഷിപ്പിൽ എന്ത് പ്രതീക്ഷിക്കാൻ സാധിക്കും? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം TUVWXYZ ആണ്. ഇവരുടെ റിലേഷൻഷിപ്പിൽ അടുത്ത ഒരാഴ്ച നമുക്ക് എന്ത് പ്രതീക്ഷിക്കാൻ സാധിക്കും? റിലാക്സ്. എടുക്കുകയാണേ. റീയൂണിയൻ. വാവ്. TUVWXYZ കാര്. ഓക്കെ, മജീഷ്യൻ,
Nine of Pentacles, Knight of Swords, Judgment, King of Wands. ഇന്ന് ഈ ഗ്രൂപ്പുകാർക്ക് ഭയങ്കര നല്ല കാർഡ്സാണ് വന്നിരിക്കുന്നത്. എപ്പോഴും ഈ സെറ്റുകാർക്ക് ഒരു ഗ്ലൂമി സെറ്റ് ഓഫ് കാർഡ്സാണ് വരിക എന്ന് ഞാൻ ഹാപ്പിയാണ്. നിങ്ങൾ ഹീലിങ്ങിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിക്കുകയാണ്. ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. റീയൂണിയൻ ഉള്ള മെസ്സേജ് എന്തെങ്കിലും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരു എടുത്ത് ചാടിയിട്ടായാൽ പോലും ഒരു ഇമ്പൾസീവ് ആക്ഷൻ അവരുടെ സൈഡിൽ നിന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. കാരണം ഇവർ നിങ്ങളുടെ വേർത്ത് തിരിച്ചറിഞ്ഞു. മനസ്സിലായോ? നിങ്ങളുടെ വില എന്താണ് അവരുടെ ലൈഫിൽ എന്നുള്ളത് ഇവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഒരു റീയൂണിയന് വേണം എന്നുള്ളത്. ദൈവഹിതം അതാണ്. അവിടെ ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് വന്നിരിക്കുന്നുണ്ട് ഞാൻ പറയും. അല്ലെങ്കിൽ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു കോർട്ട് കേസ് എന്തോ നടക്കുന്നുണ്ട്. അതിൻ്റെ വിധി കിട്ടാൻ സാധ്യതയുണ്ട്. വിധി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരു റീയൂണിയനായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്. സ്നേഹമുണ്ട്. ഓക്കെ, ഐ എം ഹാപ്പി ഫോർ ദിസ് ഗ്രൂപ്പ്. ഇന്ന് ഗിവ് മീ സം മോർ കാർഡ്സ്. ടോറസ് രാശിക്കാർ ഏറ്റവും കൂടുതലായിട്ട് ഇതിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ലിബ്ര തുലാ രാശിക്കാരും ഏറ്റവും കൂടുതൽ കണക്റ്റ് ആയിട്ടുണ്ട്. ടോറസ് പറയുമ്പോൾ ഇടവ രാശിക്കാർ. ഓക്കെ, ബാക്കി എല്ലാ രാശിയും ഉണ്ട് കുറേശ്ശെ കേട്ടോ. കൂടുതലായിട്ട് ഈ ആൾക്കാരാണ് കണക്റ്റ് ആയിരിക്കുന്നത് എന്നാണ് ഉദ്ദേശിച്ചത്. ടെമ്പറൻസ് അഗെയിൻ ഒരു ബാലൻസിൽ എത്തുന്നതായിട്ടാണ് കാണുന്നത്. സാജിറ്റേറിയസ് ധനുരാശിക്കാരും കുറച്ച് കൂടുതലായിട്ട് ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഒരു ഇമോഷണൽ ബാലൻസിലൊക്കെ ഇവരെത്തുന്നതായിട്ടാണ് കാണുന്നത്. ഒരു കൺഫ്യൂസ്ഡ് സിറ്റുവേഷനിലൊക്കെ ഇവർ പലരും നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ അതൊരു ഹീലിങ്ങിൽ കൂടെയൊക്കെ അവർ കടന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത ഒരാഴ്ചയിൽ അവരൊരു ഇമോഷണൽ ബാലൻസിലെത്തി. ഒരു ഏഞ്ചൽ ഗൈഡൻസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു ബാലൻസിൽ എത്തുന്നതായിട്ടാണ് കാണുന്നത്. ഒരു വെയിറ്റിംഗ് പീരീഡിലായിരുന്നു, തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ഇവരുടെ ലൈഫിൽ. അതിനെ പറ്റിയിട്ട് ഭയങ്കര ഓവർ തിങ്കിങ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ട്. ഇവർ നിങ്ങളെ ഓൺലൈൻ നല്ലപോലെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നതിനെ പറ്റിയിട്ട് വളരെ കാര്യമായിട്ട് തന്നെ ഇവർ ആലോചിക്കുന്നുണ്ട്. ഇവർക്കൊരു എന്താ പറയുക, ക്ലൗഡി മൈൻഡഡാണ്. അപ്പോൾ ചിന്തകൾ കൂടിയിട്ട് ഇങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലത്തെ ഒരവസ്ഥയിൽ അവരിപ്പോൾ ഇരിക്കുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഒരു എംപ്രസ് സാന്നിധ്യമാണ്. നിങ്ങളുടെ കെയർ, സ്നേഹം എല്ലാം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഒരു റിയലൈസേഷൻ അവർക്ക് കിട്ടാതിരിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഒരു ബാലൻസിൽ എത്തണം എന്നിവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ചിലർക്കെങ്കിലും അവിടെ ഒരു വളരെ പ്രബലമായ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. തേർഡ് പാർട്ടി അവരുടെ ഫാമിലിയാണ് കേട്ടോ. അതും അവിടെ ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ക്ലാരിഫൈ 10 of Pentacles. ക്ലാരിഫൈ 10 of Pentacles. കണ്ടോ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് അവിടെ. ഞാൻ പറഞ്ഞില്ലേ, ആ തേർഡ് പാർട്ടി അവിടെ കുറച്ച് സ്ട്രോങ്ങും ആണ് കേട്ടോ. കുറച്ച് സ്ട്രോങ് ആണ്. അവർക്ക് ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഈ തേർഡ് പാർട്ടിയുടെ അടുത്ത്. അത് അവർ മറന്നിട്ടില്ല. ഗിവ് മീ സം മോർ കാർഡ്സ്. അവിടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി എൻഡ് കുറിച്ചിട്ട് നിങ്ങളുമായിട്ട് ഒരു പുതിയ ബിഗിനിങ് വേണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു ആക്ഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കില്ല. വിൽ ദർ ബി നെക്സ്റ്റ് ആക്ഷൻ ഞാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ഗിവ് മീ 1 ലാസ്റ്റ് കാർഡ് ഡിവൈൻ. ഒരു കാർഡ് ഇവിടെ തരൂ. റെസ്പോൺസിബിലിറ്റീസ് തന്നെയാണ്. ഓക്കെ, റെസ്പോൺസിബിലിറ്റീസ് തന്നെയാണ് അവിടെ കാണുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ പെട്ട് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എൻ്റെ കയ്യിലുള്ള ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് ലവേഴ്സാണ് കേട്ടോ. ലവേഴ്സ് കാർഡാണ്. അപ്പോൾ സ്നേഹവും റെസ്പോൺസിബിലിറ്റിയോടൊപ്പം തന്നെ നിങ്ങളോടുള്ള സ്നേഹവും അവർ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഇതിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് ഇത്രയും പോസിറ്റീവ് കാർഡ്സ് ഈ ഗ്രൂപ്പിന് വരുന്നത്. ഡിവൈൻ ടെൽ മീ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ എക്സ്പെക്റ്റഡ് ഫ്രം മൈ വ്യൂവേഴ്സ് പേഴ്സൺ. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ എക്സ്പെക്റ്റഡ്?
നയൻ ഓഫ് വോൺസ് സെക്കൻഡ് ടൈമാണ് അവിടെ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ടാണ്. ധൈര്യം സംഭരിക്കുന്നതായിട്ടാണ് കാണുന്നത്. വെയിറ്റിംഗ് പീരീഡാണ്. ധൈര്യം സംഭരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് മുന്നോട്ട് വരാനുള്ള ധൈര്യം, നിങ്ങളോടുള്ള സ്നേഹമുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുള്ള അതിതീവ്രമായ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഇവർ ധൈര്യം സംഭരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ദീർഘശ്വാസമൊക്കെ എടുത്തിട്ട് നമ്മൾ നിൽക്കില്ലേ ചില സമയത്ത്, മുന്നോട്ട് പോവാം എന്ന് വിചാരിച്ചിട്ട്, അങ്ങനെ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള ധൈര്യം അവർ ആർജിക്കുകയാണ്. നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. മജീഷ്യനാണ്. മാനിഫെസ്റ്റേഷൻ വളരെ പ്രബലമായിട്ട് അവിടെ വീണ്ടും മജീഷ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുക. ടോറസ് ഇടവരാശി റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ദ ഫൂൾ, ഡിവൈനെ എല്ലാം ഏൽപ്പിച്ചിട്ട് മുന്നോട്ട് തന്നെ കാല് വയ്ക്കാം. അഡ്വഞ്ചറസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അവർ. രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് എന്നുള്ള രീതി അവലംബിക്കാം എന്നവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഏസ് ഓഫ് കപ്സ് നിങ്ങളെ പ്രതി ഒരുപാട് സ്നേഹമാണ്. ആ സ്നേഹം ഇവർ പ്രകടിപ്പിക്കും. ടെമ്പറൻസ്, വീണ്ടും ടെമ്പറൻസ് രണ്ടാമത്തെ പ്രാവശ്യം ഒരു ബാലൻസിൽ എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസ് ആർജിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ക്വീൻ ഓഫ് കാർഡ്സ് നിങ്ങളെ പ്രതി ഹൈലി ഇമോഷണലായിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫൂള് വെച്ചിട്ട് മേടരാശിക്കാരും കൂടെ അതിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഏരീസ് മേടരാശിക്കാരും കൂടെ അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഒരു കാർഡും കൂടെ എടുക്കാം. 2 ഓഫ് പെൻറ്റക്കിൾസ്, അവിടെ ജഗ്ലിംഗ് സിറ്റുവേഷൻ ഉണ്ട്. കാരണം അവിടെ ഒരു ഫാമിലി അവർക്കുണ്ട്, തേർഡ് പാർട്ടി ഉണ്ട്. അതേസമയം നിങ്ങളോട് ഒരുപാട് സ്നേഹവും ഉണ്ട്. കിങ് ഓഫ് കപ്സ് ഇന്ന എനർജിയാണ്. ആ സിറ്റുവേഷൻ അവിടെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു റീയൂണിയനുള്ള പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അവിടെ കേട്ടോ. അപ്പോൾ ആ ഒരു പോസിറ്റീവ് നോട്ടിൽ വെയിറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം അടുത്തൊരാഴ്ചയിൽ എന്തെങ്കിലും നടക്കുമോ എന്നുള്ളത്. ലൈവിൽ വരുമ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും പേഴ്സണൽ സിറ്റുവേഷൻസ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും അല്ലേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് നമുക്ക് റെസനേറ്റ് ആവാതിരിക്കാം. പക്ഷേ പേഴ്സണൽ റീഡിങ്ങിൽ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പേഴ്സണൽ അല്ല, ലൈവാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പേഴ്സണൽ ഞാനിപ്പോൾ എടുക്കുന്നില്ല. ലൈവിൽ വരുമ്പോൾ ഞാൻ ഏകദേശം എല്ലാവരുടെയും നോക്കി റീയൂണിയൻ ചാൻസസ് ഉള്ളവർക്കൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ നിങ്ങളുമായിട്ടൊരു ലിങ്ക് ഉണ്ടെങ്കിലേ എനിക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളുടെ എനർജി ത്രൂ കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ സബ്സ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫ്രൈഡേ ഈ വരുന്ന വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് ലൈവ്, മെമ്പേഴ്സ് ഓൺലി ലൈവ് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ അതിൽ മെമ്പർഷിപ്പ് വേണ്ടവർ എടുത്തോളുക. അതേപോലെ ബെൽ ഐക്കൺ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ആക്ടിവേറ്റ് ചെയ്ത് വെച്ചാൽ ഞാൻ ഓൺലൈൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് ഫ്ലാഷ് ആവും, അവിടെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. ഓക്കെ, എല്ലാം പോസിറ്റീവായിട്ട് വരും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലിരിക്കുക കേട്ടോ. ദൈവം ആരെയും കൈവിടില്ല, എല്ലാം ഒരു പോസിറ്റീവ് റെസ്പോൺസ് തരും, അങ്ങനെ വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നാളെ.